നമസ്കാരം, ഞാൻ ഡോക്ടർ ഹർഷ. അപ്പോൾ ദിനചര്യയിൽ അടുത്തിട്ട് പറയാൻ പോകുന്ന ദന്തധാവനാണ്. ദന്ത സംരക്ഷണമാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. എപ്പോഴാണ് പല്ല് തേക്കേണ്ടത്? രാവിലെയും രാത്രി ഭക്ഷണത്തിന് ശേഷം. ഇനി വാഗ്ഭടാചാര്യം പറയുന്നത് രാവിലെയും പിന്നെ നമ്മൾ എപ്പോഴൊക്കെ ഭക്ഷണം കഴിക്കുന്നോ അതിന് ശേഷമൊക്കെ പല്ല് തേക്കണമെന്നും പറയുന്നു. ഇനി എന്തുകൊണ്ടാണ് പല്ല് തേക്കേണ്ടത്? അപ്പോൾ ദന്ത സംരക്ഷണത്തിനായിട്ട് പറഞ്ഞിരിക്കുന്ന കുറച്ച് ചെടികളുണ്ട്. അതായത് എരിക്ക്, ഉങ്ങ്, ആര്യവേപ്പ്, കരിങ്ങാലി തുടങ്ങിയവ പോലെയുള്ള ചെടികൾ ഉപയോഗിച്ച് വേണം, അതിൻ്റെ കമ്പുകൾ ഉപയോഗിച്ച് വേണം പല്ല് തേക്കാനെന്ന് പറയുന്നു. ഈ കമ്പുകളുടെ നീളം പറയുന്നുണ്ട് 12 അങ്കുലമാണെന്ന് പറയുന്നു. ഒരു അങ്കുലം എന്ന് പറയുന്നത് ഏകദേശം 2 സെന്റിമീറ്റർ ആണ്. ഇനി തിക്നെസ് എന്ന് പറയുന്നത് നമ്മൾ ഉപയോഗിക്കുന്ന ആളിൻ്റെ ചെറുവിരലിൻ്റെ അറ്റത്തുള്ള തിക്നെസ് വേണം ഈ കമ്പുകൾ കൊണ്ടാവാനെന്ന് പറയുന്നു. അപ്പോൾ നമ്മൾ സെലക്ട് ചെയ്യുന്ന ട്വിക്സ് എന്ന് പറയുന്നത് അതിൻ്റെ രസം എന്ന് പറയുന്നത് കഷായമോ അല്ലെങ്കിൽ എരിവോ അല്ലെങ്കിൽ കയ്പോ ആയിരിക്കണം എന്നാണ് പറയുന്നത്. ഇനി ഉപയോഗിക്കുന്നതിന് മുന്നേയായിട്ട് ഈ കമ്പുകളുടെ അറ്റം ഒന്ന് ചതച്ചിട്ട് വേണം ഉപയോഗിക്കാൻ എന്നുകൂടി പറയുന്നുണ്ട്. ഇനി ഈ പല്ല് തേക്കാൻ പാടില്ലാത്ത കണ്ടീഷൻസ് ഉണ്ടോ? സംഹിതയിൽ പറയുന്നത് ഇൻഡൈഷൻ ഉള്ള ആൾക്കാർ, ഇനി ഛർദിലുള്ള ആൾക്കാർ, ശ്വാസം മുട്ട്, ചുമ, പനി, ചെവി, കണ്ണ്, ഇവയ്ക്കൊക്കെ എന്തെങ്കിലും ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടെങ്കിൽ, പിന്നെ ഫേഷ്യൽ പാരാലിസിസ് ഉള്ള ആൾക്കാർ, ഇവരൊക്കെ പല്ല് തേക്കാതിരിക്കുന്നതാണ് നല്ലത് എന്ന് പറയുന്നു. ഇനി പല്ല് തേപ്പ് കഴിഞ്ഞ് ചെയ്യേണ്ട കാര്യമാണ് ജിഹ്വാ നിർലേഖനം, അതായത് നാക്ക് വടിക്കുന്ന പ്രക്രിയ. അപ്പോൾ ഇതിനു വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന മെറ്റൽസ് എന്ന് പറയുന്നത് സിൽവറോ അല്ലെങ്കിൽ കോപ്പറോ സ്റ്റീലോ ഒക്കെ ആയിരിക്കണം എന്ന് പറയുന്നു. അപ്പോൾ ഡെയിലി ഈ നാക്ക് വടിക്കുമ്പോൾ നമുക്ക് ബാഡ് ബ്രത്ത് ഒഴിവാക്കാൻ പറ്റും. പിന്നെ നാക്കിൽ അടിഞ്ഞിരിക്കുന്ന അൺഡൈജസ്റ്റ് ആയിട്ടുള്ള ഫുഡ് പാർട്ടിക്കിൾസിനെയൊക്കെ റിമൂവ് ചെയ്ത് ടേസ്റ്റ് ബഡ്സിനെ ഒന്നുകൂടി സ്റ്റിമുലേറ്റ് ചെയ്യാൻ പറ്റും എന്നൊക്കെയാണ് പറയുന്നത്. അപ്പം ദിനചര്യയിലെ അടുത്ത ടോപ്പിക്കുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു.